guys, welcome back to Vatch's Daddy 2. Today I'm going to take you the section on chapter sexual reproduction in flowering plants part 1 pre-fertilization structure and events. അതിലെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആൻഡ്രീഷ്യത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വായിച്ചു നോക്കാം. Figure 1.2a shows the two parts of a typical stamen, the long and slender stalk called the filament and terminally generally bilobed structure called anther. ഫിലമെന്റും ആന്ത്രവും ആണ് സ്റ്റേമന്റെ രണ്ട് പാർട്സ്. അതിനു മുമ്പ് സ്റ്റേമൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് യു മീൻ ബൈ സ്റ്റേമൻ? സ്റ്റേമൻ ആണ് നമ്മുടെ ആൻഡ്രീഷ്യം ആണല്ലോ. നമ്മുടെ ഫ്ലവറിന് രണ്ട് പാർട്സ് ഉണ്ട് അല്ലേ? മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിൽ പോസിബിൾ ആവുന്നത്. അതിലെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ പ്രധാനമായിട്ട് ആൻഡ്രീഷ്യം എന്നാണ് വിളിക്കുന്നത്. ആൻഡ്രീഷ്യത്തിലത്തെ ഒരു പാർട്ട് അല്ലെ, ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് എ വേൾ ഓഫ് സ്റ്റേമൻ. ആൻഡ്രീഷ്യത്തിലെ ഒരു പാർട്ടാണ് സ്റ്റേമൻ. സ്റ്റേമനിലെ രണ്ട് പാർട്സ്, സ്റ്റേമനിലെ രണ്ട് പാർട്സ് ആയിട്ട് തിരിച്ചു. ഒന്ന് ഒരു ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് ആയിട്ടുള്ളത് കണ്ടോ, ഇവിടെ ഒരു സ്റ്റോക്ക് പോലെ വന്നിട്ട് ഇതിൻ്റെ എൻഡിലല്ലേ ആന്തർ വഴി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മളെന്താ പറയുക, കുണുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റും. ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫിലമെന്റ് എന്ന് പറയാം. പിന്നെ ഈ എൻഡിൽ നമ്മൾ കണ്ടല്ലോ ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെയാണ് ആന്തർ എന്ന് പറയാം. അപ്പോൾ ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് മെയിൻലി എന്തുള്ളത്? പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ പ്രധാനമായിട്ടും ആന്തറിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫിലമെന്റിനെ പറ്റി വലിയ പഠിക്കാനില്ല. ഫിലമെന്റിനെ പറ്റി പറയുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഫിലമെന്റ് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫിലമെന്റ് എത്ര രണ്ട് ടൈപ്പ് ഉണ്ട്? ലോങ്ങും ഉണ്ട്, സ്ലെൻഡറും ഉണ്ട്. ആ ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് കോൾഡ് ഫിലമെന്റിലെ ടെർമിനൽ എൻഡിൽ ഒരു ബൈലോബ്ഡ് സ്ട്രക്ചറിനെയാണ് ആന്തർ എന്ന് പറയാം. ഇനി പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫിലമെന്റിസ് അല്ലെ, ഈ ഫിലമെന്റിൽ രണ്ട് ഉണ്ടാവുമല്ലോ. ഒന്ന് ബൈലോബ്ഡ് സ്ട്രക്ചറിൽ ആന്തർ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും പിന്നെ ഒന്ന് ചെടിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡും ആണ് അല്ലെ. ഫ്ലവറിനോടാണല്ലോ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലവറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻഡും ഉണ്ട്. അപ്പോൾ ആ എൻഡ് വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസ് ഓർ പെറ്റൽ ഓഫ് ദ ഫ്ലവർ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നല്ല വായിച്ചു വിടാം. Number and length of stamen and variable in flower of different species. If you were to collect a stamen each from 10 flowers and arrange them on slide, you would be able to appreciate the large variation in size seen in nature. Careful observation of each stamen under a dissecting microscope and making neat diagram would illustrate the range in shape and attachment of anther in different flowers. ഇത്രയും അല്ലേ നമുക്കറിയാം. സ്റ്റേമൻ എന്താ എന്ന് മനസ്സിലായി. സ്റ്റേമൻ ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഒരു പാർട്ടാണ്. അതിൽ രണ്ട് പാർട്സ് ആണ് ഫിലമെന്റും ആന്തറും. ആന്തറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആന്തർ ഇതിന്റെ നമ്പർ ലെങ്ത് സ്റ്റേമൻ ആൻഡ് വേരിയബിൾ ഇൻ ഫ്ലവേഴ്സ്, അത് ഭയങ്കര യുണീക്ക് നേച്ചറാണ് ഫ്ലവറിൻ്റെ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് a typical angiosperm anther is bilobed with each lobe having two theca. They are dithecous. ഇതിനെപ്പറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനില്ല. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ, ഒരു ടിപ്പിക്കൽ ആന്തറിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. ആന്തർ എന്താണെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലേ, ബൈലോബ്ഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ബൈലോബ്ഡ് സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ ആന്തറിന്റെ ബൈലോബ്ഡ് സ്ട്രക്ചറിൽ ഓരോ ലോബിലും രണ്ട് തീക്ക വെച്ച് ഉണ്ട്. രണ്ട് തീക്ക, രണ്ട് ലെയേഴ്സ്. തീക്ക എന്ന് വെച്ചാൽ ലെയേഴ്സ് എന്നർത്ഥം. രണ്ട് തീക്ക ഉണ്ട്, അതിന് ഡൈതീക്കസ് എന്ന് വെച്ചാൽ ഒരു ലോബിൽ രണ്ട് തീക്ക. അപ്പോൾ 4 ലോബിലാകുമ്പോൾ എത്ര തീക്ക ഉണ്ടെന്ന് നിങ്ങൾ എന്ന് നോക്കുക. അപ്പോൾ ആന്തറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ്. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി ചോദിച്ചത് ഡൈതീക്കസ് ആണ്. മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ, മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആന്തർ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ആന്തർ ഈസ് എ 4 സൈഡ് ടെട്രാഗോണൽ ആണ്. ആദ്യത്തെ സ്പെഷ്യാലിറ്റി ബൈലോബ്ഡ് ആണ്. രണ്ടാമത്തെ ഡൈതീക്കസ് ആണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ ആന്തർ ടെട്രാഗോണൽ സ്ട്രക്ചർ ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ. ഈ മൈക്രോസ്പൊറാഞ്ചിയ ലേറ്റർ എന്തായിട്ട് മാറുന്നു? പോളൻ സാക്ക് ആയിട്ട് മാറും അല്ലെ. ഡെവലപ്പ് ഫെദർ ആൻഡ് ബിക്കം പോളൻ സാക്ക്. ദേ എക്സ്റ്റെൻഡ് ലോങ്റ്റിറ്റ്യൂഡ്ലി ഓൾ ത്രൂ ദ ലെങ്ത് ഓഫ് ആൻ ആന്തർ ആൻഡ് ആർ പാക്ഡ് വിത്ത് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ സാക്ക് എന്ത് ചെയ്യും? ലോങ്റ്റിറ്റ്യൂഡ്ലി എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് ഇത് കണ്ടോ പിക്ചറിൽ നമുക്ക് മനസ്സിലാവും. ഇത് ലോങ്റ്റിറ്റ്യൂഡ്ലി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, നീളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനകത്താണ് ഈ പോളൻ സാക്കിൽ നിന്നാണ് പിന്നെ അത് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ ആന്തറിൻ്റെ കഴിഞ്ഞു. ആന്തറിൻ്റെ മെയിൻ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, അതേപോലെ തന്നെ ടെട്രാഗോണൽ ഷേപ്പാണ്. 4 ഷേപ്പ് അല്ലെ, 4 സൈഡ് ഉള്ളതുകൊണ്ട് ടെട്രാഗോണൽ ഷേപ്പ് എന്ന് പറയും. ടെട്രാഗണൽ സ്ട്രക്ചർ എന്ന് പറയാം, ടെട്രാഗോണൽ സ്ട്രക്ചർ എന്ന് പറയാം.
എന്തായാലും കറക്റ്റാണ്. പിന്നെ 4 മൈക്രോസ്പോറാഞ്ചി ഉണ്ട് ഈച്ച് ലോബിൽ. ആ മൈക്രോസ്പോറാഞ്ചിയാണ് ലേറ്റർ എന്തായിട്ട് മാറുന്നത്? പോളൻ സാക്ക് ആയിട്ട് മാറും. പിന്നെ അതിനകത്ത് ഈ പോളൻ സാക്കിനകത്ത് എന്തുണ്ടാവും? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഇനി സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പോറാഞ്ചിയ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ തിയററ്റിക്കൽ എക്സാം ആൻഡ് ഓൾസോ ഇൻ ദ പ്രാക്ടിക്കൽ എക്സാം ഓൾസോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പിക്കൽ മൈക്രോസ്പോറാഞ്ചിയത്തിന് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നമുക്കൊരു സർക്കുലർ ഷേപ്പ് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ, നേക്കഡായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് എന്തെന്ന് പറയാം? പോളൻ ഗ്രെയിൻസ്. നമുക്ക് ചെത്തീൻ്റെ മുട്ടൊക്കെ ഒരു പോളൻ ഗ്രെയിൻസ് ആണെന്നല്ലേ മൈക്രോസ്പോറാഞ്ചിയ എന്ന് പറയാം. ആ മൈക്രോസ്പോറാഞ്ചിയ അല്ലെങ്കിൽ ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അതെന്താണ്? സർക്കുലർ ഷേപ്പാണ്. പക്ഷേ അത് ജനറലി അതിനെ 4 വാൾസും കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ വാൾസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ അത് ഈ ക്യൂബ് അല്ലെങ്കിൽ ഈ സ്ക്വയർ എം ടി നമുക്ക് പറയാൻ പറ്റും. ഈ ക്യൂബ് അല്ല, ഈ സ്ക്വയർ എം ടി നമുക്ക് പറയാൻ പറ്റും. അതാണ് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ദ ടപ്പീറ്റം. ഇറ്റ് ഈസ് ജനറലി മൈക്രോസ്പോറാഞ്ചിയ ഈസ് ജനറലി സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. ഫസ്റ്റ് ലെയർ ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. രണ്ടാമത്തെ ലെയർ വരുന്നത് എൻഡോത്തീഷ്യം. മൂന്നാമത്തെ ലെയറാണ് മിഡിൽ ലെയേഴ്സ്. ആൻഡ് ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയറാണ് ടപ്പീറ്റം. ഔട്ടർ 3 വെയർ ലെയേഴ്സ് അതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലെയേഴ്സ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ദേ പെർഫോം ദ ഫങ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് ദ പോളൻ. അപ്പോൾ അതാണ് ആന്തറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഈ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആര് യൂസ് ചെയ്യുന്നത്? ഈ 3 വാൾ ലെയേഴ്സ് എന്ന് വെച്ചാൽ എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടപ്പീറ്റം, അത് നറിഷ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ്റെ വളർച്ചയ്ക്കും അത് മെച്യൂരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ടപ്പീറ്റം ചെയ്യുന്നതാണ് എന്താ? അതിന് പ്രോട്ടീൻസ് കൊടുക്കുക എന്നാണ് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് ഈ മൈക്രോസ്പോറാഞ്ചി ടപ്പീറ്റത്തിനൊരു പ്രത്യേകത ഉണ്ട്. ടപ്പീറ്റത്തിൻ്റെ സെൽസിൻ്റെ പ്രത്യേകത അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്. ടപ്പീറ്റം പൊസസ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. അതിന് നമുക്കിങ്ങനെ പറയാം, ടപ്പീറ്റത്തിന് മോർ ദാൻ അല്ലെ ഭയങ്കര ഡെൻസ് ആയിട്ടുള്ളൊരു സൈറ്റോപ്ലാസം ഉണ്ട്. അതേപോലെ തന്നെ ബൈന്യൂക്ലിയേറ്റഡ് ആണ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് അതിനെന്തുണ്ട്? ടപ്പീറ്റത്തിൻ്റെ സെൽസിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകതകൾ ഇതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് മൈക്രോസ്പോറോജെനസിസ് എന്താണെന്ന് പറയും. വാട്ട് യു മെൻ ബൈ മൈക്രോസ്പോറോജെനസിസ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ് പ്രോസസ്, ഇതിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയാം. പോളൻ മദർ സെല്ലിൽ നിന്നോ മൈക്രോസ്പോറോജെനസിസിൽ നിന്നോ മൈക്രോസ്പോറോ മദർ സെല്ലിൽ നിന്നോ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. എന്ത് പ്രോസസ്സ് വരെയാണ് ഉണ്ടാകുന്നത്? മിയോസിസ് പ്രോസസ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മൈക്രോസ്പോറോജെനസിസിലുണ്ടായിട്ട് മൈക്രോസ്പോറായിട്ട് തിരിയും. ഈ മൈക്രോസ്പോർ 4 സെൽസായിട്ട് ക്ലസ്റ്റർ ചെയ്ത് രൂപപ്പെടുത്തും. അതിനെയാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയാം. ഈ ലേറ്റർ കുറച്ച് കഴിയുമ്പോൾ ഈ മൈക്രോസ്പോർ ടെട്രാഡ് എന്ത് ചെയ്യും? ഇത് ആന്തർ മെച്യൂർ ചെയ്യുമ്പോൾ ഇത് ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോൾ മൈക്രോസ്പോർ ഡിസോസിയേറ്റ് ചെയ്യും. ടെട്രാഡിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് മൈക്രോസ്പോർ പോളൻ ഗ്രെയിൻസ് ആവും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മൈക്രോസ്പോറോജെനസിസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പോൾ വാട്ട് യു മെൻ ബൈ മൈക്രോസ്പോറോജെനസിസ് ചോദിക്കുമ്പോൾ ഒറ്റ ആൻസർ ചെയ്താൽ മതി. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോറോജെനസിസ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഓർ പോളൻ ഗ്രെയിൻസ് ഫ്രം പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ, അതിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയാം. പിന്നെ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ്. അത് നമുക്കറിയാമല്ലോ. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതാണ്? എംബ്രയോ ആണ്. എംബ്രയോ, നോട്ട് ദ എംബ്രയോ സാക്ക് ആണ്, നോട്ട് ദ ഒവ്യൂൾ അല്ലെങ്കിൽ ഓവറി അല്ല കേട്ടോ, അത് വ്യത്യാസം. അത് ഓർഗൻ ആണ്. പോളൻ ഗ്രെയിൻ ആണ് ഇവിടെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് പോളൻ ഗ്രെയിനെ പറ്റി പറയുമ്പോൾ പോളൻ ഗ്രെയിൻ ജനറലി സ്പെറിക്കൽ, മെഷറിംഗ് അബൌട്ട് 25 to 50 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. ഇത് നീറ്റിന് ഇമ്പോർട്ടൻസ് ആണ്, പക്ഷേ എന്തിന് ഇമ്പോർട്ടൻസ് അല്ല? നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻസ് അല്ല. ഇറ്റ് ഹാസ് എ പ്രോമിനൻറ്റ് 2 വാൾ ലെയർഡ് വാളുണ്ട്. ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ഒരു ഇന്നർ ലെയറും ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ കേട്ടോ. ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്ന എക്സൈൻ എന്ന് വെച്ച സബ്സ്റ്റൻസ് ആണ് ഔട്ടർ ലെയറിനെ പറയുന്നത്. ഔട്ടർ ലെയർ എക്സൈന്, ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് മോസ്റ്റ് ഓർഗാനിക്കലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻസൈം ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്പോറോപോളിനിൻ വെച്ചിട്ടാണ്. അത് സ്പോറോപോളിനിൻ വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ്. അതിന് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ, എതിർത്ത് നിൽക്കാൻ പറ്റും. സ്ട്രോങ് ആസിഡും ആൽക്കലിയിലും അതിനെ എതിർത്ത് ജീവിക്കാൻ പറ്റും എക്സൈൻ. അതുകൊണ്ട് പോളൻ ഗ്രെയിനിനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഈ എക്സൈൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ പക്ഷേ ഈ എക്സൈൻ്റെയും ഇൻഡൈൻ്റെ ഇടയ്ക്കും
ഇതൊന്നും ബാധിക്കാത്തൊരു കുറച്ച് സെൽസ് ഉണ്ട്, അതാണ് ജേം സെൽസ്. ഈ ജേം സെൽസ് അല്ലെങ്കിൽ ജേം പോറിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് പോളൻ ട്യൂബ് ആൻഡ് ടു റിലീസ് മെയിൽ ഗ്യാമെറ്റ് എന്ന് എഴുതി വെക്കണം. കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല ആ സെൻറ്റൻസ്. എന്താ പറയുന്നത്? ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് പോളൻ ട്യൂബ് ആൻഡ് ടു റിലീസ് ഓഫ് മെയിൽ ഗ്യാമെറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതിൻ്റെ ഫംഗ്ഷനാണെന്ന് ചോദിച്ചാൽ അത് ജേം പോറിൻ്റെ ഫംഗ്ഷനാണെന്ന് വെച്ചാൽ അറിഞ്ഞു വയ്ക്കുക. ഇനി പിന്നെ ഇന്നർ മോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് വാൾ ലെയറിൻ്റെ പേരാണ് ഇൻറ്റൈൻ. അതുണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ്. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ആണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയത്. ഇൻറ്റൈൻ എക്സൈൻ്റെ അത്ര സ്ട്രോങ് ഒന്നുമല്ല. കാരണം എക്സൈൻ ഉണ്ടാക്കുന്നത് സ്പോറോപോളിനാണ്. ആ സ്പോറോപോളിനിൻ്റെ ഫംഗ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ എന്ന് എഴുതി കൊടുക്കുക. അത് അതിൻ്റെ ഒരു ഒന്നാമത്തെ ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമുക്ക് ചെയ്താൽ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. പിന്നെ എൻസൈം ഡീഗ്രേഡബിൾ ആണ്. പിന്നെ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് സ്ട്രോങ് ആൽക്കലി ആൻഡ് ആസിഡ് റിയാക്ഷൻ. അതൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ എഗെയിൻ സൈറ്റോപ്ലാസം ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. വെൻ പോളൻ ഗ്രെയിൻ ഈസ് പോളൻ ഗ്രെയിൻ മെച്ചുവർ ആവുന്ന സമയത്ത് അതിന് രണ്ട് സെൽസ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ജനറേറ്റീവ് സെല്ലിൻ്റെ ഡിഫറൻസും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അതിൻ്റെ രണ്ട് ഫിഗേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്ന രണ്ട് ഫിഗേഴ്സ്. അത് ജസ്റ്റ് നോട്ട് ഓൺ ചെയ്യുക. വെജിറ്റേറ്റീവ് ജനറേറ്റീവ് സെൽസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ പോളൻ ഗ്രെയിൻ മെച്ചുവർ ആകുമ്പോൾ അത് രണ്ട് സെൽസായിട്ട് മാറും, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് സെൽ ഈസ് ബിഗ്ഗർ ആൻഡ് ഹാസ് അബണ്ടന്റ് ഫുഡ് റിസർവ്. വെജിറ്റേറ്റീവ് സെല്ല് ജനറേറ്റീവ് സെല്ലിനേക്കാളും ഭയങ്കര ബിഗ്ഗർ ആയിട്ടുള്ള സെല്ലാണ്, ഭയങ്കര വലിയൊരു സെല്ലാണ്. അതേപോലെ തന്നെ അതിന് ഭയങ്കര വലിയതായതുകൊണ്ട് തന്നെ അതിന് ഫുഡ് റിസർവ് അല്ല ഫുഡ് സ്റ്റോറേജ് ഭയങ്കര, ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര വലുതാണ്. പിന്നെ അതിൻ്റെ ന്യൂക്ലിയസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഷേപ്പൊന്നും ഇല്ലാത്ത വളരെ വലുതായിട്ടുള്ള ഇറുഗുലി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ പ്രത്യേകത? വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത. വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറയുമ്പോഴേ ഓർക്ക് അത് ബിഗ്ഗറാണ്, അതുകൊണ്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും ബിഗ്ഗറായിരിക്കും. വെജിറ്റേറ്റീവ് സെല്ല് ബിഗ്ഗർ ആയതുകൊണ്ട് അതിൻ്റെ ഫുഡ് റിസർവിയർ അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ലാർജ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ന്യൂക്ലിയസും ലാർജ് ആണ്. പക്ഷേ ന്യൂക്ലിയസിനൊരു ഷേപ്പില്ല, ഇറഗുലർ ഷേപ്പാണ് അതിനുള്ളത്, റെഗുലർ ആയിട്ടുള്ള ഷേപ്പില്ല. പിന്നെ ജനറേറ്റീവ് സെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ജനറേറ്റീവ് സെൽ എന്താണ്? സ്മോൾ ആണ്. ജനറേറ്റീവ് സെൽ ഈസ് സ്മോൾ ആൻഡ് ഫ്ലോട്ട്സ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് ദ വെജിറ്റേറ്റീവ് സെൽ. ജനറേറ്റീവ് സെല്ല് പൊതുവേ സ്മോൾ ആണ്, അതുകൊണ്ട് സൈറ്റോപ്ലാസം വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഇതിങ്ങനെ ഒഴുകി നടക്കും ഈ ജനറേറ്റീവ് സെല്ല്. അതേപോലെ തന്നെ ജനറേറ്റീവ് സെല്ലിൻ്റെ സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. ജനറേറ്റീവ് സെല്ലിന് സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്. അതേപോലെ റെഗുലർ ഷേപ്പ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഇൻ ഓവർ 60% ഓഫ് ആൻജിയോസ്പം പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 സെൽഡ് സ്റ്റേജ്. അതേപോലെ തന്നെ 60%ൻ്റെയും കേസിൽ 60% പ്ലാന്റ്സിൻ്റെയും കേസിൽ ആൻജിയോസ്പമിൻ്റെ കേസിൽ സെക്കൻഡ് സെൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും? ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ മെച്യൂർ ആവും. പക്ഷേ റിമൈനിങ് 40%ൻ്റെ കേസിൽ അത് 3 സെൽഡ് സ്റ്റേജിൽ മാത്രമേ അതെന്താവുള്ളൂ? മെച്യൂർ ആവുള്ളൂ അല്ലെങ്കിൽ മെറ്റോറ്റിക്കലി ഡിവൈഡ് ചെയ്യത്തുള്ളൂ. Pollen grains of many species cause several allergies and bronchial applications in some people, often leading to chronic respiratory disorders such as asthma, bronchitis, etc. It may be mentioned that Parthenium or carrot grass that came into India as a contaminant with the important wheat has become ubiquitous in occurrence and cause pollen allergy. ഇത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. പിന്നെ പോളൻ ഗ്രെയിൻസ് അല്ലേ, പോളൻ ഗ്രെയിൻസ് നമുക്കറിയാം പോളിനേഷൻ നടക്കാൻ വേണ്ടി അല്ല പരാഗണം നടക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ്. പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന മെത്തേഡ് പഠിച്ചു, ആന്തർ എന്താണെന്ന് പഠിച്ചാലേ പോളൻ ഗ്രെയിൻസ് എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മെത്തേഡ് പഠിച്ചു. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ലെയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആകുമ്പോൾ 2 സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും എന്തൊക്കെയാണ്. പിന്നെ 60% പോളൻ ഗ്രെയിൻസും സെക്കൻഡ് സെല്ലാകുമ്പോഴേക്കും മെച്യൂർ ആവും, ബാക്കി 40% മാത്രമേ തേർഡ് സെല്ലാകുമ്പോഴേ മെച്യൂർ ആവത്തുള്ളൂ. അത്രയും പഠിച്ചു. പിന്നെ പോളൻ ഗ്രെയിൻസ് അലർജീസിനൊക്കെ കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ പോളൻ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിയൻസ് അത് ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പോളൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുക. അത് സ്പോർട്സ് ആയിട്ടുള്ള നമുക്കറിയാം ചാമ്പ്യൻസ് അങ്ങനെയുള്ള ആൾക്കാർ മഹത് വ്യക്തികളൊക്കെ യൂസ് ചെയ്യുന്നത് പോളൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അത് ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് നമുക്ക് വിയാബിലിറ്റി, അത് സൂക്ഷിച്ച് കാത്ത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും പോളൻ ഗ്രെയിൻ നമുക്ക് സൂക്ഷിച്ച് കാത്തു വെക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒന്നാമത്തെ കാരണം എക്സൈൻ ആണ്, അല്ലെ അതിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ എന്തുകൊണ്ടുണ്ടാക്കിയത് സ്പോറോ പോളനിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ അച്ചീവ്മെൻറ്റിന് കാരണമാകും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പോളൻ ഗ്രെയിൻസിനെ പറ്റി പഠിക്കാനുള്ളത്. പോളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനെ പറ്റി അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റിനെ പറ്റി പഠിക്കേണ്ടത് മെയിൻലി ആന്തറിൻ്റെ 4 സ്പെഷ്യാലിറ്റി. മൈക്രോസ്പൊറാഞ്ചിയ എന്താണെന്ന് പഠിക്കേണ്ട. മൈക്രോസ്പൊറാഞ്ചിയൻ്റെ ലെയേഴ്സ് 4 വാൾ ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതിനൊരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഫിഗർ ഉണ്ട്, അല്ലെ? പേജ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ പേജ് നമ്പർ 6 ഫസ്റ്റ് ഫിഗർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് പിന്നെ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഇതിനെപ്പറ്റി ആ ഫിഗർ ഒക്കെ പഠിച്ച് ആ ബട്ടർഫ്ലൈ ഷേപ്പിലായിട്ടുള്ള ഫിഗർ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഫിഗർ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫിഗർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ബട്ടർഫ്ലൈ ഷേപ്പിലായിട്ടുള്ള ഫിഗർ. നമുക്കിത് ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെ കിട്ടും. പിന്നെ നമ്മളെന്താ ഇത് മൈക്രോസ്പോറിലൂടെ അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ 2 ഡിഫറൻസ് പഠിക്കുക, ജനറേറ്റീവ് സെൽ എന്താണെന്ന് പഠിക്കുക, വെജിറ്റേറ്റീവ് സെല്ല് പഠിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.